ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം കണ്ടു, ഇതൊരു കൊട്ടാരമാണ്. ഇത് ഏതാണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ വളരെ അറിയാവുന്നൊരു കൊട്ടാരമാണ്. നമുക്ക് വേണ്ടപ്പെട്ട രണ്ട് മൂന്ന് പേര് ഇവിടെ വന്ന് താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ കൊട്ടാരത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാനും വന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. 54 ഏക്കറാണ് ഈ കൊട്ടാരവും ഈ പരിസരമായിട്ട് കിടക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമേ കൊട്ടാരത്തിൻ്റെ അകത്തെ കാഴ്ചകൾ കാണുന്നതിന് മുമ്പേ നമുക്ക് അതിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ ആദ്യമേ ഒന്ന് കാണാം. ഇത് കൊട്ടാരത്തിൽ ഉള്ളിലേക്ക് കയറുന്ന പടവുകളാണ്. നമ്മളിപ്പം അകത്തോട്ട് കയറാതെ തന്നെ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ആദ്യമേ ഒന്ന് കണ്ടു നോക്കാം. ഈ കൊട്ടാരം ഏതാണെന്നുള്ളത് ഞാൻ പേര് പറയാതെ തന്നെ മിക്കവാറും നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഈ കൊട്ടാരത്തിൻ്റെ അകത്തളത്തിലാണ് ഒരു തമിഴത്തി ചുവടുകൾ വെച്ച് നല്ല സുന്ദരമായിട്ട് നൃത്തവാടിയൊക്കെ ഓർക്കുന്നുണ്ടോ? പെട്ടെന്ന് മലയാളികൾ മറക്കാത്ത ഒരു സംഭവം അതൊക്കെ. ഇതിൻ്റെ തെക്കിനി നിന്നുകൊണ്ടാണ് പതിവായിട്ട് രാമനാഥൻ എന്ന ഒരു ചെറുപ്പക്കാരനെയൊക്കെ നമ്മുടെ നാഗവല്ലി നോക്കിക്കൊണ്ടിരുന്നതൊക്കെ ഓർക്കുന്നില്ലേ? അതെല്ലാം ഇവിടെയാണ്. ഹിൽ പാലസ് കൊട്ടാരമാണിത്. കൊട്ടാരത്തിനോട് ചേർന്നുള്ള ഒരു വലിയ കുളം കണ്ടോ? അന്ന് കുളിക്കാനും ഒക്കെ ഉപയോഗിച്ചതൊക്കെ ആകാം. വലിയ വിശാലമായൊരു കുളം തന്നെയാണ്. ഏതാണ്ട് 50 മീറ്ററോളം കൊട്ടാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ കുളത്തിലേക്ക് രാജാവ് വരുന്നത് ഇതുവഴിയൊക്കെ ആയിരുന്നു ഇങ്ങനെ വരുന്നത് കണ്ടോ? രാജാവ് കുളത്തിലേക്കും അതുപോലെ തന്നെ അവിടെ 2 ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്കൊക്കെ ഇതിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കൊട്ടാരത്തിൽ നിന്ന് കുറേ ദൂരമുണ്ട്. അതെല്ലാം കണ്ടോ? നല്ല പടവുകളെല്ലാം കെട്ടി നല്ല മനോഹരമാക്കി ഇട്ടിരിക്കുന്നതാണ്. എത്ര സുന്ദരമാണെന്ന് കണ്ടോ? ഇതുണ്ടോ? ആൾക്കാരെല്ലാം കണ്ട് ഒക്കെ വരുന്നതാണ്. നല്ലൊരു കാഴ്ച ഇവിടെയൊക്കെ കേട്ടോ. ആ കാലത്തൊക്കെ ഇവിടെ എത്രയോ സുന്ദരിമാരായ നർത്തകിമാരുടെ കാൽച്ചിലമ്പൊലികളുടെ ശബ്ദമൊക്കെ ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിന്നിരുന്നതൊക്കെ ആകാം. ഇതാണ് കൊട്ടാരത്തിലെ മണിച്ചിത്രത്താഴ് കണ്ടോ? അവിടെ എഴുതി താഴെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് മണിച്ചിത്രത്താഴ്. ഇത് രണ്ടും മണിച്ചിത്രത്താഴാണ് കൊട്ടാരത്തിനുള്ളിലെയാണ്. ഇത് കണ്ടോ? മനോഹരമായ കുളങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ, അതാണ് ഇവിടെ മുഴുവൻ നിൽക്കുന്നത്. അതൊക്കെ കാണേണ്ട ഒരു കാഴ്ചയാണ്. ഇവിടെ ഇന്നിപ്പം കേരളത്തിൻ്റെ വെളിയിൽ നിന്ന് വന്നവരാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. ഇതുണ്ടോ? ചുറ്റും കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പം എല്ലാം പക്ഷേ എല്ലാം ചെടിയെല്ലാം വെച്ച് നല്ല സുന്ദരമാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ? പൂക്കളമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെയൊക്കെ ആ കാലത്ത് രാജാവും പരിവാരങ്ങളും ഒക്കെ ആയിട്ട് നടന്ന സ്ഥലങ്ങളൊക്കെ ആകാം. 54 ഏക്കറല്ലേ? അതെങ്ങനെ അങ്ങ് കിടക്കുകയാണ്. 44 കെട്ടിടങ്ങളുണ്ട് ഈ 54 ഏക്കറിൻ്റെ അകത്ത്. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അത്. ഈ മണിച്ചിത്രത്താഴ് വന്നാൽ പിന്നെയാണ് ഇവിടെ കൂടുതൽ അറിയപ്പെടുന്നത്. അതിൻ്റെ ഷൂട്ടിംഗ് ഇവിടെയും പത്മനാഭപുരം കൊട്ടാരത്തിലും ഒക്കെ ആയിരുന്നല്ലോ. ഞാൻ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ നേരത്തെ ഒന്ന് കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ അങ്ങനെ ഒരു വെയിൽ പോലും നമ്മൾ അറിയത്തില്ല. കാരണം മുഴുവൻ മരങ്ങൾ നിൽക്കുക. അതെല്ലാം ഇങ്ങനെ ഊഞ്ഞാലുമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് അതിലൊക്കെ നിന്ന് കിടന്നിങ്ങനെ ആടുന്നതൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ തിങ്കളാഴ്ച ദിവസം ഇവിടെ അവധിയാണ്, വരരുത്. അന്ന് എല്ലാ തിങ്കളാഴ്ചയും അവധിയാണ് ഇവിടെ. ആ പുറകെ കാണുന്ന ഓടിട്ട കെട്ടിടം കണ്ടോ? അവിടെയാണ് രാമനാഥൻ താമസിച്ചായിട്ട് മോളിൽ നിന്ന് നമ്മളെ കാണിക്കുന്നത്. ഈ മാവിൻ ചോട്ടിലൊക്കെ നല്ല തണുപ്പാണ്. ഇത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയാണ്. ഈ മരത്തിൻ്റെ പുറകിലൊക്കെ വലിയ പാത്രങ്ങളും ഒക്കെ ഇരിക്കുന്നത് കണ്ടോ? വലിയ ഒരുപക്ഷെ അന്ന് കുതിരയ്ക്കോ ഒക്കെ വെള്ളമൊക്കെ കൊടുക്കുന്നതൊക്കെ ആകാമായിരിക്കും. എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. അവിടെ ഇതെല്ലാം ഇരിപ്പുണ്ട്. ഇത് കണ്ടോ? ആ കാണുന്ന വലിയ പാത്രം പോലെ ഒരുപാട് എണ്ണം ഇങ്ങനെ ഇവിടെയെല്ലാം വെച്ചിട്ടുണ്ട്. അതൊക്കെ ആ കാലത്തൊക്കെ എന്തെങ്കിലും ഉപയോഗത്തിനൊക്കെ വെച്ചതാകാം. എത്രയോ കാലം പഴക്കമുള്ളതൊക്കെ ആയിരിക്കും ഈ ഇരിക്കുന്നതൊക്കെ. എന്താണെങ്കിലും ഇവിടുത്തെ ഈ സുന്ദരമായ കാഴ്ചയൊക്കെ നമ്മൾ വന്ന് കാണേണ്ടത് തന്നെയാണ്. വളരെ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇത് കണ്ടോ? കൊട്ടാരത്തിനോട് മാറിയുള്ള ധാന്യപ്പുരയുടെ ഈ മുറ്റത്തും എല്ലാം ഇതുപോലെ വലിയ അന്ന് ഉപയോഗിച്ചിട്ടിരുന്ന വലിയ വലിയ പാത്രങ്ങളാണ് ഇതൊക്കെ. ഒരുപക്ഷെ ചെമ്പോ പിച്ചളയൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ നല്ല വെയിലത്തും ഇതുവഴി നടന്നു പോകാനായിട്ട് നമ്മൾ AC-ക്കകത്തൂടെ പോകുന്ന പോലെയാണ്. ഒരു ചൂടും നമ്മൾ അറിയുന്ന പോലുമില്ല. ഇന്ന് പക്ഷേ നല്ല തിരക്കുമൊക്കെ ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് അവിടെ ഇങ്ങനെ ഉള്ള ഒരു ചെറിയൊരു തുരങ്കം പോലെയാണ് ഈ നമ്മൾ ഭൂമിയുടെ അടിയിൽ കൂടെ ഇങ്ങനെ കറങ്ങി വരുന്നത്. പക്ഷേ ഇത് രാജഭരണകാലത്തുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. അതോ രണ്ടാമത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്നോ എനിക്കറിയില്ല. കുറച്ച് ദൂരമേ ഉള്ളൂ. ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ കറങ്ങി
നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് തന്നെ വരും. അകത്ത് മിക്കവാറും ഒക്കെ വെട്ടമൊക്കെ ഉണ്ട്. എന്നാലും ഇവിടെ വരുന്നവരെല്ലാം ഇതിൽ കൂടെ ഇങ്ങനെ കയറി അപ്പുറത്തോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കൊള്ളാം. നല്ലൊരു ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഒന്ന് നടക്കാനൊക്കെ നല്ല സുഖമാണ്. നല്ല തണുപ്പാണ് അകത്ത്. ഇതുകൊണ്ടോ ഇതിലെ ഇങ്ങനെ കയറി അപ്പുറത്തോട്ട് തന്നെ വരും. കുറച്ച് ദൂരമേ ഉള്ളൂ. ചരിത്രം ഉറങ്ങുന്ന ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് വന്ന് കാണണം കേട്ടോ. ഇവിടെ പുറത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഇനിയും വേറെ എല്ലാം ഉണ്ട്. നമ്മൾ ഇത്ര 54 ഏക്കറല്ലേ, അത് കണ്ടാലും അങ്ങോട്ട് തീരത്തില്ല. അപ്പം എന്താണെങ്കിലും ഇനിയിപ്പം അകത്ത് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. പണ്ട് ഭരണകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ നമുക്ക് കാണാം. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്താം. എന്നിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം.